ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. നമ്മൾ കേരള ഫാക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PSC LDC വരാൻ പോകുന്നുണ്ട് ഈ വർഷം. സോ അതിനുവേണ്ടി നമ്മൾ കേരള ഫാക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 പാർട്ട് തീർന്നു അല്ലേ? അതായത് ഒരു 25 ക്വസ്റ്റ്യൻ ഈച്ചുള്ള 2 പാർട്ട്, അതായത് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനോടകം പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇത് പാർട്ട് 3 ആണ്. അതായത് അടുത്ത 25 ക്വസ്റ്റ്യൻസ് ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ 25 ടോട്ടലായിട്ട് 75 ക്വസ്റ്റ്യൻസ് കഴിയും. ഓക്കെ, സോ നമ്മൾ കേരള ഫാക്സ് ഏത് എക്സാം ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണെന്ന് അറിയാം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പോകുന്നില്ല. ബേസിക്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ടോപ്പിക് വൈസ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. ലേണിനോ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ട ഞാൻ പറഞ്ഞ പോലെ. സോ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വർഷത്തെ ആദ്യത്തെ കേരള ഫാക്സിൻ്റെ ക്ലാസ് ആണ് 2024 തേർഡ് പാർട്ടാണ്, പാർട്ട് 3 ഓഫ് കേരള ഫാക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്ലൈഡിൽ എന്നും ഞാനൊരു കേരള മാപ്പ് വെച്ചിട്ടുണ്ടാവും. സോ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ പൊസിഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ 2024 നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 51. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? 16 കിലോമീറ്റർ. 52ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. 53. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 54ാമത്തെ ചോദ്യം. ശാസ്താംകോട്ട കായലിൻ്റെ വിസ്തൃതി. ശാസ്താംകോട്ട കായലിൻ്റെ വിസ്തൃതി എത്ര? 1.44 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, 1.44 സ്ക്വയർ കിലോമീറ്ററാണ് ശാസ്താംകോട്ട കായലിൻ്റെ വിസ്തൃതി. അടുത്ത ക്വസ്റ്റ്യൻ 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൻ്റെ തണ്ണീർത്തടാകങ്ങളുടെ ആകെ വിസ്തൃതി. കേരളത്തിൻ്റെ തണ്ണീർത്തടങ്ങളുടെ ആകെ വിസ്തൃതി എത്ര? 1273.07 ഹെക്ടർ. 12730.07 12,730.07 ഹെക്ടറാണ് കേരളത്തിൻ്റെ തണ്ണീർത്തടങ്ങളുടെ ആകെയുള്ള വിസ്തൃതി. ഓക്കെ, ഇനി 56ാമത്തെ ചോദ്യം. കേരളത്തിൽ വനമില്ലാത്ത ജില്ല ഏത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആലപ്പുഴയാണ് കേരളത്തിൽ വനമില്ലാത്ത ജില്ല, ആലപ്പുഴ. 57. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 16. 58ാമത്തെ ചോദ്യം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. ഓക്കെ, 5 കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം. ഇനി 59ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഓക്കെ, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച രാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ഇനി 61ാമത്തെ ചോദ്യം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം 1934. 1934 പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. 62. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം. എല്ലാവർക്കും അറിയാം,
ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി. നമ്മൾ ഇടുക്കിയിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും മിസ് ചെയ്യാതെ കണ്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഇരവികുളം നാഷണൽ പാർക്ക്. സോ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി. 63 മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയുള്ളത്? കൊല്ലത്താണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 64. കേരളത്തിൽ 2010 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച പ്രദേശം. 64ാമത്തെ ചോദ്യമാണ് കേരളത്തിൽ 2010 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച പ്രദേശം ഏത്? മലബാർ വന്യജീവി സങ്കേതം. അടുത്തത് 65ാമത്തെ ചോദ്യം മലബാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂരാച്ചുണ്ട് ചക്കിട്ടപ്പാറ കോഴിക്കോട്. മലബാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂരാച്ചുണ്ട് ചക്കിട്ടപ്പാറ കോഴിക്കോടുള്ളതാണ്. ഓക്കെ, കൂരാച്ചുണ്ട് ചക്കിട്ടപ്പാറ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 66. കേരളത്തിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ. കേരളത്തിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ പാലക്കാടും ഇടുക്കിയാണ്. കേരളത്തിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്ന ജില്ലകൾ പാലക്കാട്, ഇടുക്കി. 67ാമത്തെ ചോദ്യം പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഇനി 68ാമത്തെ ചോദ്യം പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര. വയനാട്ടിലെ ബ്രഹ്മഗിരി. ഓക്കെ, വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരയാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര. 69 കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളത്താണ്. ഓക്കെ, ഇനി 71ാമത്തെ ചോദ്യം കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതത്തിൻ്റെ പേര് മംഗളവനം. കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത്? മംഗളവനം. 72ാമത്തെ ചോദ്യം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. 73ാമത്തെ ചോദ്യം കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ. ഇടുക്കി, വയനാട്. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഇടുക്കിയും വയനാടും. ഓക്കെ, ഇനി 74ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂര് വരെ. ഓക്കെ, കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം 75ാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യ റെയിൽപാത സ്ഥാപിച്ച വർഷം. ഈ ബേപ്പൂർ മുതൽ തിരൂര് വരെ എന്ന് പറഞ്ഞില്ലേ, ആ ആദ്യ റെയിൽപാത സ്ഥാപിച്ച വർഷം 1861. ഓക്കെ, 1861 കേരളത്തിലെ ആദ്യ റെയിൽപാത സ്ഥാപിച്ച വർഷം. സോ കേരള ഫാക്സിൻ്റെ പാർട്ട് 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 75ാമത്തെ ക്വസ്റ്റ്യൻസ് വരെ എത്തി നിൽക്കുന്നു. ഇനിയും കുറച്ച് മുൻപോട്ട് പോകാനുണ്ട്. സോ നമ്മളൊരു ഈ മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ബേസിക്സ് ഫാക്സ് കേരള ഫാക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ആഴ്ചയിൽ ഒരു ക്ലാസ് വീതം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ LDC കവർ ചെയ്യാൻ പറ്റും. മറ്റ് സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസും പോകുന്നുണ്ട് യൂട്യൂബിൽ. സോ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായി പഠിക്കാൻ. ഓക്കെ, സോ നന്നായി പഠിച്ച് ക്ലാസ് നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു സ്കോർ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ
പാർട്ട് 3 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ നോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.